നമ്മൾ ദം ചെയ്തിട്ട് എടുക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 2.5 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 2.5 കപ്പ് ബസ്മതി റൈസ് എന്ന് വെച്ചാൽ 1/2 കിലോ ബസ്മതി റൈസ്. 1/2 കിലോ ബസ്മതി റൈസ് എടുക്കുമ്പോൾ 1 കിലോ മട്ടൺ എടുക്കണം. ആ മട്ടൺ ഞാനിവിടെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചപ്പപ്പായ ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 2 ടേബിൾ സ്പൂൺ വേണം. ഇത് നമ്മൾ മട്ടണിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മട്ടൺ നമ്മളൊരു 15 മിനിറ്റ് ഏറ്റവും തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ മട്ടൺ നമുക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടും. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ചെടുക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും തുല്യ അളവിലെടുക്കുക. എന്നിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. ഞാനിവിടെ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ മട്ടൺ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മട്ടണിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന എല്ലാ മസാലകളും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ മട്ടൺ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് റൈസ് നമ്മളൊരു പകുതി വേവിക്കും. അത് കഴിഞ്ഞിട്ട് റൈസിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടാണ് മട്ടൺ നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഗരം മസാല വേണം. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് ഷായി ജീരയാണ്. ഷായി ജീര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ കരിഞ്ചീരകം എന്നാണ് പറയാം. അത് നമ്മുടെ നാട്ടിലേക്ക് അങ്ങാടി കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. നമ്മൾ സാധാരണ ജീരകത്തിൻ്റെ പോലെയല്ലാതെ ഇരിക്കുന്നത്. സാധാരണ ജീരകത്തിനേക്കാളും കുറച്ചും കൂടി ചെറുതായിരിക്കും. പിന്നെ നല്ല കറുത്ത കളറായിരിക്കും. അതിനെ പറയുന്നത് ഷായി ജീര എന്ന് പറയുന്നത്. ഈ ജീരകം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ വേണ്ടത് സവോള വറുത്തെടുത്തത്. ഞാനിവിടെ കുറച്ച് സവോള കൂടുതൽ വറുത്തെടുത്തിട്ടുണ്ട്. അത് മട്ടൺ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിലേക്കും വേണം. പിന്നെ നമ്മൾ ബിരിയാണി നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് സവോള വറുത്തത് വേണം. പിന്നെ വേണ്ടത് മല്ലിയിലയും പുതിനയിലയും. ഈ മല്ലിയിലയും പുതിനയിലയും ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മട്ടൺ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിലേക്കും വേണം. പിന്നെ നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് ചേർക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ വേണം. പിന്നെ നമുക്ക് വേണ്ടത് സഫ്രോണാണ്. അത് നമുക്കൊരു 2 നുള്ളെടുക്കാം. പിന്നെ റൈസ് വേവിക്കുമ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെറിയ പീസ് കറുകപ്പട്ട എടുത്തിട്ടുണ്ട്, 2 പീസ് തക്കോല എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ 2 നുള്ളി ഷായി ജീര എടുത്തിട്ടുണ്ട്, പിന്നെ ഏലക്കായ. ഞാനിവിടെ ഏലക്കായയുടെ കുരുവാണ് എടുത്തേക്കുന്നത്. ഏലക്കായ മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സീഡ് മാത്രം എടുത്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചേർക്കാം. പിന്നെ നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യത്തിന് നെയ്യും വേണം. നമുക്ക് ഏറ്റവും തന്നെ മട്ടണിലേക്ക് പച്ചപ്പപ്പായ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മട്ടൺ നമുക്കൊരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആ 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന എല്ലാ മസാലപ്പൊടികളും നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സവോളയും തൈരും ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മട്ടൺ നമുക്കൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് മട്ടൺ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഈ പാത്രത്തിലേക്ക് നമുക്ക് മട്ടൺ ചേർക്കാം. മട്ടണിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ അരച്ച് വെച്ചങ്ങനെ 2 ടേബിൾ സ്പൂൺ പച്ചപ്പപ്പായ ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഈ മട്ടൺ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. മട്ടണിലേക്ക് പച്ചപ്പപ്പായ ചേർത്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. നമുക്ക് ഏറ്റവും തന്നെ തൈര് ചേർക്കാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കാം, മല്ലിപ്പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം, ഗരം മസാല ചേർക്കാം, ഷായി ജീര ചേർക്കാം. ഞാനിവിടെ ഷായി ജീര ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയും ചേർക്കാം. 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചേക്കുന്ന സവോള ചേർക്കാം. ഈ മട്ടൺ നമുക്ക് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒന്നല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം.
അല്ലെങ്കിൽ പുറത്ത് വെക്കാം. ഇപ്പോൾ റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ റൈസ് പകുതി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഊറ്റിക്കളയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളം കുറച്ച് കൂടുതൽ വെക്കണം. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കാം. വെള്ളത്തിൽ ഉപ്പ് കുറച്ച് കൂടുതൽ നിൽക്കണം. അപ്പോഴാണ് നമ്മുടെ റൈസിൽ ഉപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഷായി ജീര ചേർക്കാം. ബേ ലീവ്സ് ചേർക്കാം, കുറച്ച് ചെറുതാക്കിയിട്ട് ചേർക്കാം. തക്കോലം ചേർക്കാം, കറുകപ്പട്ട, പിന്നെ പച്ചമുളക്, പിന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം. ഏലക്കായ. അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അപ്പം നമ്മുടെ അരി നല്ല സോഫ്റ്റ് ആയി കിട്ടും. പിന്നെ അരി പാത്രത്തിൻ്റെ അടിയിലും പിടിക്കില്ല. ഇതിലേക്ക് നമുക്ക് ഒരു പിടി പുതിനയില ചേർക്കാം. രണ്ട് പിടി മല്ലിയില ചേർക്കാം. ഈ ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലയും നമുക്ക് ബിരിയാണി നമുക്ക് ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ഉപ്പും പിന്നെ നമ്മൾ എടുത്ത് വെച്ച മസാലകൾ എല്ലാം ചേർക്കാൻ വേണ്ടിയിട്ട്. ആദ്യം വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കണ ബസ്മതി റൈസ് ചേർക്കാം. ആ റൈസ് നന്നായിട്ട് കഴുകിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ റൈസ് പകുതി വേവിക്കണം. റൈസിൻ്റെ വേവ് കൂടി പോകരുത്. ഒരു 2 തള നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ റൈസ് ഒരു പകുതി വെന്തിരിക്കും. അപ്പോൾ മൂടി വയ്ക്കുക. നമ്മുടെ റൈസ് പകുതി വേവായിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചിട്ടിങ്ങനെ റൈസ് എടുത്തിട്ട് നമ്മളിങ്ങനെ അമർത്തി കൊടുക്കുകയാണെങ്കിൽ റൈസ് നമ്മൾ 2 പീസായിട്ട് ഇങ്ങനെ കട്ടാവും. ഇനി നമുക്ക് ഈ റൈസിൽ നിന്ന് നമുക്ക് വെള്ളം ഊറ്റിക്കളയാം. ഇനിയാണ് ബിരിയാണി നമ്മൾ ദമ്മാക്കാൻ വേണ്ടിയിട്ട് പോണത്. മട്ടൻ ബിരിയാണിയിലേക്ക് സാധാരണ കാഷ്നട്ടോ കിസ്മിസോ ചേർക്കാറില്ല. നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാഷ്നട്ടും കിസ്മിസും നമ്മൾ ബിരിയാണി നമ്മൾ ദമ്മാക്കി എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചേർക്കാം. ഈ ബിരിയാണി നമുക്ക് ദമ്മാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. ഞാനിവിടെ നല്ല കട്ടിയുള്ളൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത്. നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് ചൂട് നന്നായിട്ട് നിൽക്കുള്ളൂ. കനം കുറഞ്ഞ പാത്രത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി നമുക്ക് ശരിക്കും ദമ്മായി കിട്ടില്ല. പിന്നെ ബിരിയാണിക്ക് നമ്മൾ എടുക്കണ പാത്രം ഈ റൈസും ഈ മട്ടനും കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന പാത്രമാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം മട്ടൻ ചേർക്കാം. ഈ മട്ടൻ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും ഒരേപോലെ വരണം. അതിൻ്റെ സ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. മുകളിലേക്ക് നമ്മൾ പകുതി വേവിച്ച് വെച്ചേക്കുന്ന റൈസ് ചേർക്കാം. ഈ റൈസ് നമ്മൾ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും ഒരേപോലെ ആവണം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം, കുറച്ച് പുതിനയില ചേർക്കാം. കുറേശ്ശെ ചേർത്താൽ മതി. 2 നുള്ള് സഫ്രോൺ ചേർക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ റൈസ് നമ്മൾ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ റൈസിൻ്റെ ഉപ്പ് നോക്കാം. റൈസിൻ്റെ ഉപ്പ് കുറവ് പോലെ തോന്നണുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് നമുക്കൊന്ന് വെതറി കൊടുക്കാം. ആ ബിരിയാണി നമ്മൾ ദമ്മാക്കിയെടുക്കാൻ വേണ്ടി പോണ പാത്രത്തിന് കറക്റ്റ് അളവിലുള്ള അടപ്പൻ വേണം. ഈ അടപ്പനെ നമ്മളിങ്ങനെ കമത്തി പിടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ മൈദപ്പൊടി നന്നായിട്ട് കുഴച്ചിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ പിടിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് സീൽ ചെയ്ത് ഈ പാത്രം നമ്മൾ അടയ്ക്കും. അതിന് വേണ്ടിയിട്ട് മൈദപ്പൊടി ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ അടപ്പൻ നമ്മൾ ഇതേപോലെ മലർത്തി പിടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും മൈദപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചു കൊടുക്കാം. ആ മൈദപ്പൊടി നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ മൈദപ്പൊടി നമ്മൾ ഈ പാത്രത്തിൻ്റെ അടപ്പിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടപ്പനെ എടുത്തിട്ട് ഈ പാത്രം നമ്മൾ മൂടണം. അത് വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഇപ്പോൾ ബിരിയാണി ദമ്മാക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രം നമ്മൾ നന്നായിട്ട് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ബിരിയാണി നമ്മൾ ദമ്മാക്കാൻ വേണ്ടി പോണത്. അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ എടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കരുത്. ഈ ബിരിയാണി നമുക്ക് ദമ്മാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 45 മിനിറ്റ് വേണം.
ഒരു 30 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇടാൻ വേണം, 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇടണം. നമ്മൾ ഈ പാനിൻ്റെ മുകളിലാണ് നമ്മൾ ബിരിയാണി ദമ്മാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. തീ ഓണാക്കുക, നല്ല ഹൈ ഫ്ലെയിമിലിടുക. ഇതിൻ്റെ മുകളിൽ, ഈ പാനിൻ്റെ മുകളിൽ നമ്മൾ ദമ്മാക്കണ പാത്രം കയറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂർ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. നമ്മൾ ബിരിയാണി നമ്മൾ ദമ്മാക്കാൻ വെച്ചിട്ട് ഹാഫ് അവർ കഴിഞ്ഞു. ഈ നമുക്കൊരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബിരിയാണി നമുക്ക് ദമ്മാക്കണം. ഈ ഹാഫ് അവർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാത്രത്തിൻ്റെ മുകളിൽ നമ്മളൊന്ന് തൊട്ട് നോക്കണം. ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. അത് നമ്മൾ ചിലപ്പോൾ വെക്കണ ബർണർ ചിലപ്പോൾ ചെറിയ ബർണറായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കൂടുതൽ സമയം നമ്മൾ വെക്കേണ്ടി വരും. അപ്പോൾ ഈ ഹാഫ് അവർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാത്രത്തിൻ്റെ മുകളിൽ തൊട്ട് നോക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ടോയെന്ന്. നന്നായിട്ട് ചൂടായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി സമയം കൂടുതൽ വെക്കണം. അപ്പോൾ ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ മൈദമാവ് എടുത്തിട്ട് നമുക്ക് ഏറ്റവും ആദ്യം മാറ്റാം. മൈദപ്പൊടിയൊക്കെ എടുത്ത് നമ്മൾ മാറ്റി. ഇപ്പം ബിരിയാണിയുടെ ഉള്ളിൽ നിന്ന് നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും അടിയിൽ നോക്കാം മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന്. ആ റൈസൊന്നും ഒട്ടും വേവ് കൂടിയിട്ടില്ല. ഇങ്ങനെ നമ്മൾ ദം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് നമ്മുടെ റൈസ് ഒട്ടും വേവ് കൂടി പോവില്ല. ഈ മട്ടൻ്റെ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന സവോള ചേർക്കാം. ഇപ്പം നമ്മൾ ദം ചെയ്തെടുത്ത മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.